പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം ബിനീഷ് കോടിയേരിക്ക് അംഗത്വം പുതുക്കി നൽകി CPM. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അംഗത്വം പുതുക്കി നൽകിയത്. പിണറായി വിജയന്റെ ഇടപെടലാണ് ബിനീഷിന് അംഗത്വം പുതുക്കി നൽകാൻ കാരണമെന്നാണ് വിവരം. 3 വർഷത്തിന് ശേഷമാണ് ബിനീഷിന്, നമുക്കറിയാം, ചില കേസുകളുമായി ബന്ധപ്പെട്ട് ബിനീഷിന്റെ അംഗത്വം പാർട്ടി മരവിപ്പിക്കുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രാജിവെച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതൊരു CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു ആ സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. തുടർന്നാണ് ബിനീഷിന് അംഗത്വം നഷ്ടപ്പെടുകയും മറ്റും ചെയ്തത്. കഴിഞ്ഞ ദിവസം ED റെയ്ഡ് പിണറായി വിജയന്റെ ഓഫീസിൽ നടന്നപ്പോൾ സമരരംഗത്ത് സജീവമായി തന്നെ ബിനീഷ് കോടിയേരി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് മുൻപാണ് ഇപ്പോൾ ഈ അംഗത്വമടക്കം പുതുക്കി നൽകിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പുതുക്കി നൽകിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. BB അരുണുണ്ട്. അരുണ്, ബിനീഷിന് എന്തുകൊണ്ട് അംഗത്വം പുതുക്കി നൽകുന്നില്ല എന്ന ചോദ്യമുണ്ടായിരുന്നു. 3 തവണയോളം ബിനീഷ് ഇതിനായി അപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒടുവിൽ ആ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? രഞ്ജിത്ത്, SFI പ്രവർത്തിക്കുമ്പോൾ, SFI സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 2001-ലാണ് ബിനീഷ് കോടിയേരിക്ക് CPM-ന്റെ അംഗത്വം ലഭിക്കുന്നത്. അന്ന് അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മാരിവാനസ് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ആ സമയത്താണ് അംഗത്വം ലഭിച്ചത്. പിന്നീട് 2020 വരെ ബിനീഷ് ഏതാണ്ട് 19 വർഷത്തോളം CPM-ന്റെ അംഗമായിരുന്നു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലാണ് ബിനീഷിന് അംഗത്വം ഉണ്ടായിരുന്നത്. പക്ഷേ 2020 ബിനീഷ് ഒരു കേസിൽ പെടുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പിന്നീട് അന്വേഷിച്ച ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാകുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ദീർഘനാൾ ജയിലിൽ കഴിയേണ്ടി വരുന്നു. ആ ഘട്ടത്തിലാണ് CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ട ബിനീഷ് കോടിയേരിയുടെ അംഗത്വം മരവിപ്പിച്ചത്. സാധാരണ പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ കേസിൽപ്പെട്ടാലും അംഗത്വം മരവിപ്പിക്കുന്ന പതിവല്ല. സസ്പെൻഷനിലേക്ക് പോവുക, പിന്നീട് അന്വേഷണത്തിന് ശേഷം കുറ്റക്കാരെന്ന് കണ്ടാൽ പാർട്ടി അംഗത്വം നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഒരു അസ്വാഭാവിക നടപടി അന്ന് തന്നെ ഉണ്ടായെന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ബിനീഷിന്റെ അംഗത്വം 2020-ൽ മരവിപ്പിക്കുന്നു. അതിനുശേഷം 2023-ൽ ബിനീഷ് ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാകുന്നു. അന്നു മുതൽ പലതവണ ബിനീഷ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള ഘടകമാണ് ഈ ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ അവിടെ പലതവണ, കൃത്യമായി 4 തവണ ബിനീഷ് അവിടെ ജില്ലാ സെക്രട്ടറിക്ക് തന്റെ അംഗത്വം പുതുക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂട്ടണി കാലത്ത് മെമ്പർഷിപ്പ് സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയത്ത് അപേക്ഷ നൽകി. 4 തവണയും ജില്ലാ സെക്രട്ടറി അത് സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെ സമർപ്പിച്ചു. അപേക്ഷ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. പക്ഷേ അപ്പോഴൊന്നും അംഗത്വം പുതുക്കി നൽകിയില്ല. കൃത്യമായ കാരണം പറയാതെ ആ തീരുമാനം വൈകിച്ചു കൊണ്ടുപോവുകയായിരുന്നു MV ഗോവിന്ദൻ ഉൾപ്പെട്ട CPM-ന്റെ സംസ്ഥാന നേതൃത്വം. അതിന് എന്തുകൊണ്ടാണെന്ന ചോദ്യം പിന്നീട് ഉയർന്നു വന്നു. CPM-ന്റെ കഴിഞ്ഞ ആഴ്ച ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനുമായി ചേർന്ന തെരഞ്ഞെടുപ്പ് പരാജയ കാരണം ചർച്ച ചെയ്യാൻ ചെയ്യുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പല ആളുകളെയും അകറ്റി നിർത്തുന്നു. ബിനീഷ് കോടിയേരിക്ക് എന്താണ് തെറ്റ്, ബിനീഷ് എന്തുകൊണ്ട് ബിനീഷിന് പാർട്ടി അംഗത്വം നൽകുന്നില്ല എന്ന ചോദ്യം ഒരംഗം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചു. ഇത് കടുത്ത അനീതിയാണെന്ന അഭിപ്രായം മറ്റു ചിലർ കൂടി പങ്കുവച്ചു. അങ്ങനെയാണ് MV ഗോവിന്ദൻ മറുപടി പറയുന്നത്. ബിനീഷ് കോടിയേരിയുടെ പിന്തുണയ്ക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ശ്രദ്ധിക്കണം. എന്താണ് അയാൾ പറയുന്നത്, അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ബിനീഷ് കോടിയേരിക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കാനെന്ന് MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. അപ്പോൾ അതിനും മറുപടി അവിടെ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്നുണ്ടായി. ബിനീഷിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ. അതിനു മുമ്പ് അയാളുടെ അംഗത്വം പുതുക്കി നൽകാനുള്ള അപേക്ഷ പാർട്ടിക്ക് മുന്നിലുണ്ടല്ലോ, എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന് സംസ്ഥാന സെക്രട്ടറിയോട് മുഖാമുഖം ചോദിച്ച നേതാക്കളും ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഏതായാലും ഇത് വാർത്ത വന്നതോടുകൂടി വലിയ ചർച്ചയായി മാറി. CPM അണികൾ ഏറ്റെടുത്തു. ബിനീഷ് കോടിയേരിയുടെ കുടുംബത്തെ എന്തിന് പാർട്ടി ഇങ്ങനെ അകറ്റി നിർത്തുന്ന ചോദ്യമുണ്ട്. പ്രത്യേകിച്ചും കോടിയേരി ബാലകൃഷ്ണന്റെ ഭൌതികദേഹം തലസ്ഥാനത്തേക്ക്, ചെന്നൈയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് കൊണ്ട് വിലാപയാത്രയെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹം. കോടിയേരിയും പല ഘട്ടങ്ങളിൽ കുടുംബാംഗങ്ങളോടും പാർട്ടി നേതാക്കളോടുമൊക്കെ അന്ത്യയാത്ര തലസ്ഥാനത്ത് നിന്നാകണം. ദീർഘനാൾ, പതിറ്റാണ്ടുകളോളം വിദ്യാർത്ഥി കാലം മുതൽ പ്രവർത്തിച്ച മേഖലയാണ് തിരുവനന്തപുരം. അവിടെ വിപുലമായ വ്യക്തിബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി അപ്പുറത്തേക്കുള്ള ബന്ധങ്ങളുണ്ട്. വളരെ വൈകാരികമായ ഒരിടം കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണന് സംഘടനാ രംഗത്ത് തലസ്ഥാനമെന്നത്. അവിടെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം അദ്ദേഹം പലരോടും പറഞ്ഞതായി പിന്നീട് അറിയാൻ കഴിയുന്നുമുണ്ട്. ഏതായാലും അതുണ്ടായില്ല. അന്നു മുതൽ കോടിയേരിയുടെ കുടുംബത്തെ അകറ്റി നിർത്തുന്ന ചർച്ചകൾ CPM-ൽ സജീവമാണ്. അങ്ങനെ വിമർശനം ശക്തമായി വരുമ്പോഴാണ് ഈ അംഗത്വത്തിന്റെ വാർത്തകൾ കൂടി പുറത്തുവരുന്നത്. അതോടുകൂടി പിണറായി വിജയൻ ഇടപെട്ടു. എന്തുകൊണ്ട് ബിനീഷ് കോടിയേരിക്ക് അംഗത്വം നൽകുന്നില്ല എന്ന് പിണറായി MV ഗോവിന്ദനോട് ചോദിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തരമായി അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന് MV ഗോവിന്ദന് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയോട് ബിനീഷിന്റെ അംഗത്വം പുതുക്കാൻ കഴിഞ്ഞ തിങ്കളാഴ്ച, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ അംഗത്വം ബിനീഷ് തിരികെ ലഭിക്കുന്നത്. പിണറായിയുടെ ഇടപെടലിനെ തുടർന്ന് തിങ്കളാഴ്ച തന്നെ ബിനീഷ് CPM അംഗത്വത്തിലേക്ക് മടങ്ങിയെത്തുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പാർട്ടി അംഗത്വത്തിലേക്ക്
മടങ്ങിയെത്തുകയാണ്. അതിനു മുമ്പും തെരഞ്ഞെടുപ്പ് സമയത്തുമൊക്കെ പലപ്പോഴും പലയിടങ്ങളിലും ബിനീഷ് പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. പക്ഷേ അന്ന് പാർട്ടി അംഗമല്ലാതെയാണ് ബിനീഷ് കോടിയേരി സംഘടനാ രംഗത്ത് നിന്നത്. പക്ഷേ ഇപ്പോൾ CPM DC-യിൽ ഉൾപ്പെട്ട ബ്രാഞ്ചിൽ ബിനീഷ് കോടിയേരി അംഗമാണ്. തിങ്കളാഴ്ചയാണ് ബിനീഷ് കോടിയേരിക്ക് CPM അംഗത്വം പുനഃസ്ഥാപിച്ച് നൽകിയത്. ഏതായാലും ബിനീഷ് കോടിയേരി വീണ്ടും CPM-ന്റെ അംഗത്വത്തിലേക്ക് വരുന്നു. അരുൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിലൊക്കെ ബിനീഷ് സജീവമായി പങ്കെടുത്തിരുന്നു. ഇതിനിപ്പോൾ ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ കാര്യമായി ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. പക്ഷെ അതിനു മുൻപ് തന്നെ തിങ്കളാഴ്ചയാണ് ഇത് പുതുക്കി നൽകിയത് എന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അത് വളരെ പ്രധാനമാണ്. ഈ സമരത്തിൽ ഇത്തരത്തിൽ ഈ അംഗത്വം ഇല്ലാതിരുന്നിട്ടും പാർട്ടിയുടെ പല പരിപാടികളിലും ബിനീഷ് സജീവമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ബിനീഷിന്റെ ആദ്യഘട്ടം മുതൽ സംഘടനാ രംഗത്തുണ്ട്. 2001 ബിനീഷിന് പാർട്ടി അംഗത്വം ലഭിക്കുന്നത്. അന്ന് അദ്ദേഹം ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു. മാറിവാൻസ് കോളേജിൽ നിന്നാണ് എന്റെ ഓർമ്മ. SFI രംഗത്തുണ്ട്. ആ സമയത്താണ് ബിനീഷ് ആദ്യമായി CPM-ന്റെ അംഗത്വത്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ 2020 പാർട്ടി അംഗത്വം നഷ്ടപ്പെട്ട ശേഷവും ഒരു വേള കേസുമായി ബന്ധപ്പെട്ട സമയത്ത് ബിനീഷ് അങ്ങനെ പൊതുവേദികൾ കാര്യമായി പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതിനുശേഷം 2023 കേസിന്റെ നടപടികൾ അവസാനിക്കുന്നു. അതിനുശേഷം സജീവമായി തന്നെ ബിനീഷ് തെരഞ്ഞെടുപ്പ് രംഗത്തും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും CPM-ന്റെ മറ്റ് DYFI-യുടെയും ഒക്കെ സന്നദ്ധ പ്രവർത്തന രംഗത്തും ഒക്കെ ബിനീഷ് സജീവമായി തന്നെ ഉണ്ട്. അന്ന് അംഗത്വം നോക്കിയല്ല ബിനീഷ് അന്ന് പ്രവർത്തിച്ചത്. ബിനീഷ് അംഗമല്ലെന്ന് അറിയുന്നവർ കൂടി വളരെ കുറവാണ്. ഈ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ചർച്ച വന്നതോടുകൂടിയാണ് ബിനീഷിന്റെ അംഗത്വം CPM പുനഃസ്ഥാപിച്ച് നൽകിയില്ല എന്ന് പാർട്ടി നേതാക്കളും അണികളും പോലും പലരും അറിയുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് MV ഗോവിന്ദനും സംസ്ഥാന നേതൃത്വത്തിനും അത് അറിയാമായിരുന്നു. കാരണം അംഗത്വം പുതുക്കണമെന്ന ബിനീഷിന്റെ അപേക്ഷ കത്ത് CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പാകെയാണുള്ളത്. ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വം മരവിപ്പിച്ച അംഗത്വമായതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കാനും അവർക്കേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിക്ക് അത് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അവർക്ക് അത് എതിരില്ലെങ്കിൽ പോലും പുനഃസ്ഥാപിച്ച് നൽകാൻ കഴിയാതെ പോയത്. ഏതായാലും തിങ്കളാഴ്ച അംഗത്വം പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ ബിനീഷ് CPM-ന്റെ അംഗമാണ്. CPM ബ്രാഞ്ച് അംഗമാണ്. ഏതാണ്ട് 20 വർഷത്തോളം ഉണ്ടായിരുന്ന അംഗത്വം നഷ്ടപ്പെട്ടു. വീണ്ടും ബിനീഷ് ആ അംഗത്വത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ CPM-ന്റെ സമരപരിപാടികളിലൊക്കെ ബിനീഷ് സജീവമാണ്. തലസ്ഥാനം കേന്ദ്രീകരിച്ചാകുമോ പ്രവർത്തനം എന്ന കാര്യത്തിൽ നിന്നും വ്യക്തതയില്ല. ഏതായാലും ബിനീഷ് കോടിയേരി CPM അംഗത്വത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു. കോടിയേരി കുടുംബത്തോട് CPM നേതൃത്വം ഒരു വലിയ അളവിൽ അകലം കാണിക്കുന്നു. പലയിടങ്ങളിലും അവരെ മാറ്റി നിർത്തുന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെയാണ് പിണറായി വിജയൻ തന്നെ നേരിട്ടിടപെട്ട് ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുനഃസ്ഥാപിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതും അതിപ്പോൾ തിങ്കളാഴ്ച പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നിർദ്ദേശം നൽകിയത് പിണറായി വിജയനാണ്. ബിനീഷ് കോടിയേരിക്ക് ഏറ്റവും ഒടുവിൽ അംഗത്വം പുതുക്കി നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്.